ഹായ് എവരി വൺ, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്ന് നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ബീഫും ചപ്പാത്തിയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ബീഫ് ഈസി ആയിട്ട് കുക്കറിൽ വയ്ക്കാൻ നോക്കാം. ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫ് എടുക്കുക. നല്ല ബീഫായിരുന്നു ഇത്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫ് എടുത്തിട്ട് കുക്കറിൽ ഇട്ടു. അതിൻ്റെ കൂടെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായി തേച്ച് പിടിപ്പിക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്ത് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ ബീഫിൽ എല്ലാ പൊടികളും നന്നായി ചേരണ്ട, എന്നാലേ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്തേക്കണേ. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ച് സമയം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അതൊരു കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ, അത് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച്, സമയത്തിനനുസരിച്ച് നമുക്കത് വെക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ചേർക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് ചേർക്കാനുള്ള എല്ലാതും, അതായത് ഉള്ളി, പിന്നെ പൊട്ടാറ്റോ, പിന്നെ തക്കാളി, പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സവാള ചേർത്തു. സവാള നന്നായിട്ട് അതിൻ്റെ കൂടെ ചേർത്തു. അതും നമ്മൾക്ക് കുഴച്ച് ചേർക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ഞാനത് സ്പൂൺ കൊണ്ട് ഇളക്കി ചേർക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കാരണം പച്ചമുളകാണല്ലോ, അപ്പോൾ എനിക്ക് കുറച്ച് കൈക്ക് അത് ബുദ്ധിമുട്ടാണ്. കൈ ചിലപ്പോൾ എരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചേർക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൂടുതൽ വേസ്റ്റും ഒന്നും ഉണ്ടാവില്ല. കാരണം പച്ചമുളകൊക്കെ ഉണ്ടാകുമ്പോഴേ, ഇവിടെ കുട്ടികൾക്കൊരു ഐഡിയ ഉണ്ട്, ആ പച്ചമുളകൊക്കെ ഇങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം അതിൽ അലിഞ്ഞ് ചേർന്നിരിക്കും. കാരണം ബീഫല്ലേ, അതിൽ കുറച്ച് സ്പൈസി ആയിരിക്കണം, എന്നാൽ തന്നെയല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ ഇത് മാറ്റി വയ്ക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം അങ്ങനെ ക്രഷ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യാം. അപ്പോൾ സമയമില്ലാത്തപ്പോൾ ഞാൻ ചിലപ്പോൾ തക്കാളിയൊക്കെ അരച്ച് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറൊരു സ്റ്റൈൽ, ഇത് വേറൊരു സ്റ്റൈൽ. അപ്പോൾ എല്ലാതും സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അതേപോലെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ബീഫും നോൺ വെജ് വെക്കുമ്പോൾ നമ്മൾ എന്തായാലും നന്നായിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായി ചേർക്കണം. അത് നോൺ വെജ് അല്ലേ അപ്പോൾ അതിനാണ്. അപ്പോൾ ഇത് പറയുമ്പോഴേക്കും നമ്മൾ കുക്കർ വിസിലടിച്ചു. നിങ്ങൾക്ക് എത്രയാണ് ബീഫിൻ്റെ ആ വേവിനനുസരിച്ച് ഒരു 6 വിസിലൊക്കെ ആവാം കേട്ടോ. ഇത് നല്ല ബീഫായിരുന്നു. അപ്പോൾ ഞാനൊരു 6 വിസിലിൽ തന്നെ നിർത്തി. അപ്പോൾ അത് കുറുകിയ ചാറോടുകൂടെ ബീഫ് കറി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചപ്പാത്തിയും നല്ലൊരു കട്ടൻ ചായയും ഒക്കെ ഇട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ സൂപ്പർ സ്പൈസി ബീഫ് കറി അങ്ങനെ അടിപൊളിയായിട്ട് റെഡിയാക്കാൻ പറ്റി. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.